സുഹൃത്തുക്കളെ, ഇന്ന് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കുട്ടംകുളം വഴിനടക്കൽ സമരത്തിൻ്റെ വാർഷിക ദിനമാണ്. സമരം കഴിഞ്ഞിട്ടിപ്പോൾ നിരവധി ദശാബ്ദങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് അടുത്ത വർഷം അതിൻ്റെ ഒരു ജൂബിലി ആഘോഷിക്കാം എന്നാണ്. നമ്മൾ ഇരിഞ്ഞാലക്കുടക്കാരും അതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സമരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനകീയ മുന്നേറ്റം ഇരിഞ്ഞാലക്കുടയിൽ ഉണ്ടായി എന്നുള്ളത് വളരെ വലിയ അഭിമാനകരമായിട്ടുള്ളൊരു സംഗതിയാണ്. സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങൾ, പാവപ്പെട്ട ഒരു മതസ്ഥിരമായിട്ടുള്ള ജനങ്ങളെ ചവിട്ടിയരയ്ക്കുകയും അവരെ മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ലോകത്തെല്ലായിടത്തും പല കാലഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതിനെതിരായിട്ട് പല സ്ഥലങ്ങളിലും അതിനെ ചോദ്യം ചെയ്യുന്ന ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും അതുണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അനീതികളെ ചോദ്യം ചെയ്യാനായിട്ട് ആ കാലഘട്ടത്തിലെ നമ്മുടെ പ്രദേശത്തെ ധീരദേശാഭിമാനികൾ മുന്നോട്ട് വന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ഇരിഞ്ഞാലക്കുടയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ പിന്നീട് ജനിച്ചു വീഴാനും ജീവിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് ചിത്രീകരിക്കാവുന്ന ഒന്നാണ് കുട്ടംകുളം സമരം. 1946 ജൂൺ 6 അത് നടന്നത്. നടന്നത് ആ കാലം എന്ന് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദശകങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നൂറ്റാണ്ടിൻ്റെ ഒരു വലിയ സവിശേഷതയുണ്ട്. ആ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉള്ള ചിത്രം ലോകത്തെ ഭൂരിപക്ഷം രാഷ്ട്രങ്ങളും അവിടുത്തെ സാമാന്യ ജനതകളും അടിമത്തത്തിലാണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. പലതരത്തിലുള്ള അടിമത്തങ്ങൾ. ഒന്ന് വംശത്തിൻ്റെ പേരിൽ, ഒന്ന് പണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പണമില്ലായ്മയുടെ പേരിൽ, മുതലാളിത്തത്തിൻ്റെ കീഴിലുള്ള തൊഴിലാളി വർഗം എന്നുള്ള നിലയ്ക്ക്, സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലുള്ള അടിമ രാഷ്ട്രങ്ങൾ എന്നുള്ള നിലയ്ക്ക്, അങ്ങനെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭാഗമായിട്ടും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടും വംശീയ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടും എല്ലായിടത്തും അടിമത്തവും ചൂഷണവും അടിച്ചമർത്തലും അതിന് കീഴിലുള്ള അധിഷ്ഠിതരായിട്ടുള്ള മനുഷ്യരുടെ ഹതാശമായ ജീവിതവും ഒക്കെ കാണുന്നതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടം എന്ന് പറയുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വന്നത് സാമ്രാജ്യത്വമാണ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ വലിയ തരത്തിലുള്ള ഭീകരമായൊരു തേർവാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുകളിൽ വന്നു. അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനവും വളർച്ചയും ഇവിടുത്തെ ജീവിതമാർഗങ്ങളും തൊഴിലും എല്ലാ സംഗതികളും തകർന്ന് തരിപ്പണമായി. രാജ്യം തന്നെ വലിയ പരാധീനതയിലേക്ക് വന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം പല നിലയിലാണ് ഈ ആക്രമണം നടത്തിയത്. അവരുടെ നേരിട്ടുള്ള ആക്രമണങ്ങൾ, പരോക്ഷമായ ആക്രമണം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുടക്കാർ പറയും, ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ നേരിട്ട് ഭരിച്ചിരുന്നില്ല. ഇത് കൊച്ചി സംസ്ഥാനമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കാട്ടൂരിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇടത്തിരുത്തിയൊക്കെ തന്നെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ ജില്ലയാണ്. എന്നാൽ ഇത് കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുടയും കാട്ടൂരും പുറത്തുച്ചേരിയൊക്കെ. എറണാകുളമൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ
നാട്ടുരാജ്യങ്ങളെയൊക്കെ തന്നെ കീഴ്പ്പെടുത്തുകയും അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റൊക്കെ അവസാനിപ്പിച്ചിട്ട് നാടുവാഴികളും നാട്ടുരാജ്യക്കന്മാരും ഒക്കെ തന്നെ ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് സന്ധി ചെയ്യുകയാണ് ഉണ്ടായത്. അതാണ് നമ്മുടെ രാജ്യത്തെ സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി. ഒരു ഉത്തരവാദിത്വമില്ലാതെ ഭരിച്ചിരുന്ന അന്നത്തെ നാടുവാഴികൾ, അന്നത്തെ രാജാക്കന്മാർ, അവർ തമ്മിലുള്ള പരസ്പരമായ സ്പർദ്ധ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒറ്റുകൊടുക്കൽ, വഞ്ചന, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിലൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് കൈക്കലാക്കിയത്. അപ്പോൾ കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും, അങ്ങനെയാണ് രണ്ട് രാജാക്കന്മാർ അവസാനം അവശേഷിച്ചിരുന്നത്. പക്ഷേ ആ രാജാക്കന്മാരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഭരിച്ചിരുന്നത്. അതുമാത്രമല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ആക്രമണം മാത്രമല്ല ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവർ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിലനിന്നിരുന്ന അതിഭീകരമായ ജാതി മേധാവിത്വം, ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ അതിൽ കടന്നു വന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള പൗരോഹിത്യ മേധാവിത്വം, അവരുടെ വർണ്ണവ്യവസ്ഥ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യനെ അടിച്ചമർത്തുകയും ഭീകരമായി ഞെരിച്ചു കൊല്ലുകയും അവനെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുകയും ചെയ്യുന്നൊരു പൗരോഹിത്വവും നാടുവാഴിത്വവും, ജാതി ജന്മി നാടുവാഴിത്വം എന്നാണ് EMS നമ്പൂതിരിപ്പാട് ആ വ്യവസ്ഥയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര്. അതുതന്നെയാണ് ഇപ്പോഴും ചരിത്രകാരന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുട്ടംകുളം സമരം നടന്നു, അതുപോലുള്ള നിരവധി സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടും അതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്ന കർഷക പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടും നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ അടിമത്തത്തിനും ജാതി മേധാവിത്വത്തിനും അതിൻ്റെ ഭാഗമായിട്ടുള്ള മനുഷ്യ ജീവിതത്തെ തടയുന്ന എല്ലാ പ്രവണതകൾക്കും എതിരായിട്ടുള്ള മുന്നേറ്റം കേരളത്തിൽ പല സ്ഥലത്തും നടന്നു. ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലാണ് കുട്ടംകുളം സമരം നടക്കുന്നത്. ആ സമരത്തിൽ നേരത്തെ പറഞ്ഞ ശക്തികൾ മുഴുവൻ അതിൽ യോജിച്ചു വരുന്നുണ്ട്. സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിപ്ലവ ശക്തികൾ, പ്രതിഷേധ ശക്തികൾ, തൊഴിലാളി വർഗത്തിൻ്റെ ഉജ്ജ്വലമായ ശക്തി, നവോത്ഥാനത്തിൻ്റെ വലിയ പ്രേരണ, ഇതൊക്കെ ആശയങ്ങളായിട്ടും സംഘടനകളായിട്ടും പ്രസ്ഥാനങ്ങളായിട്ടും വ്യക്തികളായിട്ടും ഒക്കെ തന്നെ കുട്ടംകുളം സമരത്തിൽ യോജിക്കുന്നുണ്ട്. മറ്റു പല സമരങ്ങളിൽ അതുപോലെ യോജിച്ചു എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ തൊഴിലാളി പ്രസ്ഥാനങ്ങളൊക്കെ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന കാലഘട്ടത്തിലോ അത്രമാത്രം ശക്തമായിരുന്നില്ല, പുഷ്ടിപ്പെട്ട് വന്നിട്ടില്ല, സംഘടനാ രൂപം കൈവരിച്ചിരുന്നില്ല. പക്ഷേ കുട്ടംകുളത്തേക്ക് നമ്മൾ വരുമ്പോൾ തൊഴിലാളി വർഗ പ്രസ്ഥാനവും കൂടി, കുട്ടംകുളത്തിൽ മാത്രമല്ല, നമുക്കറിയാമുണ്ട് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അവരുടെ സംഘടനാ രൂപം അപ്പോഴേക്കും ശക്തമായിരുന്നു. അവരും കൂടി പങ്കാളിത്തം നടത്തിക്കൊണ്ടാണ് നടന്നത്. കുട്ടംകുളം സമരത്തിൻ്റെ വിശദാംശങ്ങളിലേക്കോ അവിടെ നടന്ന സംഗതികളിലേക്കോ നമ്മൾ ഇവിടെ ഇപ്പോൾ പോകുന്നില്ല. നമ്മളത് പഠിക്കേണ്ട കാര്യമാണ്. അതിൽ നിന്ന് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ നടന്ന ആ സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തു, ഏതൊക്കെ പ്രസ്ഥാനം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്ഥാനങ്ങളൊക്കെ പങ്കെടുത്തു, അവരിൽ ആരൊക്കെ യഥാർത്ഥമായിട്ട് അതിൽ ഉറച്ചു നിന്നു, ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഏതൊക്കെ സംഘടനകൾ, അതൊക്കെ പഠിക്കണം. മാത്രമല്ല അതിൽ പങ്കുവഹിച്ച വീരദേശാഭിമാനികൾ, അവരുടെ പിന്നീടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്, ഏത് ആശയത്താൽ പ്രചോദിതരായിട്ടുള്ളവരാണ് കുട്ടംകുളം സമരത്തിലേക്ക് ധീരരായി യാതൊരു മനഃശാഞ്ചല്യമില്ലാതെ കടന്നു വന്നത്. അടിമത്തം അവസാനിപ്പിക്കും, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, അതിനുവേണ്ടി തങ്ങളുടെ യുവത്വവും ചോരയും മാംസവും ഒക്കെ സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആരാണ്, ഏത് വിഭാഗക്കാരാണ് കടന്നു വന്നത്, അതൊക്കെ നമ്മൾ വിസ്തരിച്ച് പഠിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇരിഞ്ഞാലക്കുടയിൽ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാകണം എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ എല്ലായിടത്തും ഇതുപോലുള്ള വഴി നടക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ
അവയ്ക്ക് സ്മാരകങ്ങളുണ്ട്. ഇപ്പോൾ വൈക്കത്ത് പോകുമ്പോൾ നിരവധി സ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളതും അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ പോലും അവിടെ സ്മാരകമുണ്ട്. തമിഴ്നാട് സർക്കാർ നടത്തിയ ഒരു സ്മാരകമുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിൽ സ്മാരകമുണ്ട്. അതുപോലെ പല സ്ഥലത്തുമുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഈ ധീരസമരത്തിന് ഇരിങ്ങാലക്കുടയിൽ ഒരു സ്മാരകമില്ല എന്നുള്ളത് ആ കുറവ് നമ്മൾ തീർച്ചയായിട്ടും നികത്തേണ്ടതാണ്. അപ്പോൾ അത് ഈ സമരത്തെക്കുറിച്ചും ലോകത്ത് മുഴുവൻ നടക്കുന്ന ഇത്തരം സമരങ്ങളെക്കുറിച്ചും വിമോചനത്തിന് വേണ്ടിയുള്ള മുന്നേറ്റത്തെക്കുറിച്ചും ഒക്കെ തന്നെ പഠിക്കാൻ ഇത് തീർച്ചയായിട്ടും പ്രചോദനമാവും. കാരണം ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, എന്തിനാപ്പോൾ ഇത് പണ്ടൊക്കെ നടന്ന കാര്യങ്ങളല്ലേ, എന്തിനാപ്പോൾ ഇത് പഠിക്കുന്നത്? അവിടെയാണ് നമ്മളിപ്പോൾ 2020 കുട്ടംകുളം സമരത്തിൻ്റെ ഏതാണ്ട് 74 വർഷം ആചരിക്കുമ്പോൾ ലോകത്തിൻ്റെ സ്ഥിതി എന്താണ്? അവിടെ കുട്ടംകുളത്ത് വഴി നടക്കാനുള്ള അവകാശം കിട്ടാൻ വേണ്ടി അന്ന് സമരം ചെയ്ത, അല്ലെങ്കിൽ അവിടെ ആ വഴിയിൽ കൂടി ഞങ്ങൾക്ക് നടക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന, തങ്ങൾ മർദ്ദനമേറ്റും ചിലപ്പോൾ മരിക്കും, എന്നെങ്കിൽ പോലും ഞങ്ങളുടെ പിന്നിൽ വരുന്ന ഞങ്ങളുടെ യുവതലമുറയ്ക്ക്, കുട്ടികൾക്ക് ഈ വഴിയിൽ കൂടി നടക്കണം, അവർ മനുഷ്യരാണ്, അവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് ധരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ആ ഒരു വംശത്തിൻ്റെ ലോകത്തിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ സമരത്തിൻ്റെ വാർഷികം നടക്കുന്ന ഇതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, മെയ് മാസത്തിൽ അമേരിക്കയിലെ മിനസോട്ട എന്ന് പറയുന്ന സ്റ്റേറ്റിൽ മിനിപോളിസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവം. അവിടുത്തെ ഒരു നീഗ്രോ യുവാവ് തൊഴിൽരഹിതനാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ട്, അതായത് COVID-19 ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രതിസന്ധി മൂലം തൊഴിലില്ലാത്ത ആയിരക്കണക്കിന് പേരിൽ ഒരാൾ അയാളുടെ കുഞ്ഞിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനോ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ വേണ്ടി പുറത്തിറങ്ങി. കോവിഡുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളൊന്നും അദ്ദേഹം ലംഘിച്ചിട്ടില്ല. അദ്ദേഹം ചെന്ന കടയിലെ ഒരു സെയിൽസ്മാനുമായിട്ട് എന്തോ ഒരു തർക്കമുണ്ടായി. ചെക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ പേപ്പർ മണിയെക്കുറിച്ചോ എന്തോ ഒരു തർക്കമാണ് അവിടെ ഉണ്ടായതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി അമർത്തി, തെരുവിൽ കാല് വെച്ച് അമർത്തി, മുട്ടുകൊണ്ട് അമർത്തി. ഏകദേശം 8-10 മിനിറ്റ് നേരം അദ്ദേഹത്തിൻ്റെ മുഖം തെരുവിൽ അമർത്തി പിടിച്ചിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ആ ക്രൂരനായിട്ടുള്ള പോലീസ് ഓഫീസർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ പോലീസ് ഓഫീസർമാരും മറ്റുമൊക്കെ പലതരത്തിലുള്ള ടോർച്ചറുകൾക്കും ജനങ്ങളെ വിധേയരാക്കാറുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഫ്ലോയിഡിൻ്റെ ആ ഒരു കൊലപാതകം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു ശ്രദ്ധയിൽ അത് വരാൻ കാരണം ആ പ്രശ്നം ലോകം ചർച്ച ചെയ്തത് എങ്ങനെയെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അമേരിക്കയിലടക്കം വമ്പിച്ച പ്രതിഷേധങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത്. വമ്പിച്ച പ്രതിഷേധം. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും പ്രതിഷേധങ്ങൾ നടന്നു. ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ നടന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് അതിൽ കുറവ് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടായിരുന്നു. ഇവിടെ കോവിഡ് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും വളരെ ഗൗരവത്തോടിരിക്കുന്ന കാരണം പലപ്പോഴും പ്രകടനാത്മകമായ ഒരു പ്രതിഷേധം ഉണ്ടായില്ല. എങ്കിൽ പോലും വലിയ തരത്തിൽ ഇതുപോലെ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന നീഗ്രോവിനെ വർണ്ണവെറിയുടെ ഭാഗമായി അമേരിക്കൻ വെള്ള ഭീകരത ചതച്ചു കൊന്നതിനെതിരായിട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ലോകം മുഴുവനുണ്ടായത്. ബ്രിട്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടായി. എന്തുകൊണ്ട് ഈ പ്രതിഷേധമുണ്ടായി? അവിടെയാണ്. വേണമെങ്കിൽ ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായി കണക്കാക്കിക്കൂടെ? ഒരു കൊലപാതകം ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു തെരുവിലുണ്ടാവുമ്പോൾ അത് ആ രാജ്യത്ത് വലിയൊരു സംഭവമായി മുഴുവൻ ജനങ്ങളും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ആ ഒരു സംഭവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഷേധമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുന്നയിച്ചത് ഇതൊരു വർണ്ണ വെറിയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകമാണെന്നാണ്. അപ്പോൾ കൊല ചെയ്ത പോലീസുകാരൻ വെള്ളക്കാരനായിരുന്നു. കൊല ചെയ്യപ്പെട്ട ജോർജ് ഫ്ലോയിഡ് നീഗ്രോ ആയിരുന്നു, കറുത്തവനായിരുന്നു. ഇത് ശരിയാണ്. എങ്കിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങളിൽ ആകസ്മികമായി പെടാമല്ലോ. കൊല ചെയ്യപ്പെടുന്നവൻ വെള്ളക്കാരൻ, കൊല്ലുന്നവൻ വെള്ളക്കാരനും കൊല ചെയ്യപ്പെടുന്നവൻ നീഗ്രോയും മാറുകയോ അല്ലെങ്കിൽ മറിച്ചു ആവുകയോ ഒക്കെ സ്വാഭാവികമായിട്ട് ചെയ്യാമല്ലോ. പക്ഷേ ഇതിന് വർണ്ണവെറിയുടെ ഒരു വലിയ സംഗതിയായി മാറുകയും അവിടുത്തെ മുഴുവൻ ജനങ്ങളും, വെള്ളക്കാരടക്കം, അവിടുത്തെ നിറഭേദമില്ലാതെ മനുഷ്യർ മുഴുവൻ തെരുവിലിറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അമേരിക്കൻ രാഷ്ട്രീയം, ലോകരാഷ്ട്രീയം, സാമ്രാജ്യത്വത്തിൻ്റെ രാഷ്ട്രീയം, ഇപ്പോൾ അവിടെ ഭരണത്തിലിരിക്കുന്ന ട്രംപിൻ്റെ രാഷ്ട്രീയം ഒക്കെ തന്നെ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇതിൻ്റെ പ്രശ്നം. പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ജാതിപരമായിട്ടുള്ള അടിച്ചമർത്തൽ, അതുപോലെ തന്നെ വഴി നടക്കാനുള്ള അവകാശമില്ലായ്മ, ജന്മിത്തം, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരാളാണ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും സോഷ്യൽ മാധ്യമത്തിൽ എഴുതുമ്പോഴും അല്ലെങ്കിൽ കഥ എഴുതുമ്പോഴും അല്ലെങ്കിൽ ലേഖനം എഴുതുമ്പോഴും ഒക്കെ തന്നെ പലപ്പോഴും ജാതിയെക്കുറിച്ചും അതിൻ്റെ ഭാഗമായിട്ടുള്ള മേധാവിത്വത്തെക്കുറിച്ചും ഒക്കെ തന്നെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താറുണ്ട്. മാത്രമല്ല, കഥ എഴുതുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യാറുള്ളത് നമ്മളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലീന അവസ്ഥയിലും അതിൻ്റെയൊക്കെയുള്ള അനുരണനങ്ങൾ നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. ലേഖനം എഴുതുമ്പോൾ ചിലപ്പോൾ ചരിത്രമാവും എഴുതുക, പക്ഷെ കഥ എഴുതുമ്പോൾ വർത്തമാനകാല ജീവിതത്തിൽ അതിൻ്റെ സ്പന്ദനങ്ങളുണ്ട്. ബാക്കി നമ്മുടെ സഹോദരന്മാരെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് വലിയ വിമർശനം ഉണ്ടാവാറുണ്ട്. കാരണം നിങ്ങളിത് പറയുന്നത് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ കുത്തിപ്പോക്കാനാണ്. ഇവിടെ അങ്ങനെയുള്ളൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ജാതിയുടെ ഭാഗമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളൊന്നും ഇവിടെ ഇല്ല. ആരും സംഗതികളൊന്നും അനുഭവിക്കുന്നില്ല. മാത്രമല്ല, അതിലൊക്കെ കുറച്ചും കൂടി കടത്തി ചില ആൾക്കാർ വലിയ കാര്യത്തിൽ പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ബുദ്ധിമുട്ട് അറിയിക്കുന്ന പഴയ ഫ്യൂഡൽ പ്രഭുക്കളുടെ മക്കൾക്കും അവരുടെ ആ വിഭാഗത്തിനൊക്കെയാണെന്ന് പോലും പറയാറുണ്ട്. അതെന്തൊട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം അമേരിക്ക തന്നെയാണ്. ഇപ്പം അമേരിക്കയിൽ വർണ്ണ മേധാവിത്വം ഉണ്ടായിരുന്നു, അവിടെ നിലനിന്നിരുന്നു പ്രത്യക്ഷത്തിൽ. ഇന്ത്യയിലില്ല അല്ലെങ്കിൽ കേരളത്തിലില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പഴയ രൂപത്തിലുണ്ടായിരിക്കില്ല. ഇന്ത്യയിൽ പഴയ കാലത്തെ പോലെ കുട്ടംകുളം റോട്ടിൽ കൂടെ നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡാണാവിലൂടെ ബസ് സ്റ്റാൻഡിൽ കൂടെ നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിന് മുമ്പിൽ കൂടെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല കേരളത്തിൽ. പക്ഷെ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോഴും അവിടുത്തെ CPIM ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട, പ്രക്ഷോഭ പരിപാടി എന്ന് പറയുന്നത് അവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശം, ചെരുപ്പിട്ട് നടക്കാൻ, സൈക്കിളിൽ സഞ്ചരിക്കാൻ, വീട് വയ്ക്കാൻ, അതിനുവേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ സമരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോലീസ് സ്റ്റേഷനിൽ 2 സഹോദരന്മാരെ കൊണ്ടുപോയിട്ട് മർദ്ദിച്ചു കൊന്നു. അവരുടേതായിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലില്ല, ശരിയാണ്, പക്ഷെ പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ കുട്ടംകുളം സമരം നടക്കുന്ന കാലത്തോ അതിനു മുമ്പോ, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നടന്നിരുന്ന പോലുള്ള ഒരു വർണ്ണവിവേചനമോ ജാതി വ്യവസ്ഥയോ ഭീകരാവസ്ഥയോ തീർച്ചയായിട്ടും ഇപ്പം ഇല്ല എന്ന് പറയാം. പക്ഷെ വേറെ തലത്തിലുണ്ട്. ആ തലങ്ങളാണ് ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലും പ്രത്യക്ഷമായി നോക്കിയാൽ വർണ്ണവിവേചനം ഉണ്ടോ? അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഞാൻ പോയിട്ടുണ്ട് ന്യൂയോർക്കിൽ. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ വർണ്ണവിവേചനം ഉണ്ടോ എന്ന് പ്രത്യക്ഷമായി നമുക്ക് നോക്കിയാറില്ല, അവിടെയുള്ള ആളുകൾക്ക് പോലും നോക്കിയാറില്ല. പക്ഷേ അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു അവിടെ ഉണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ അമർന്നിരിക്കുകയായിരിക്കാം സമൂഹത്തിൻ്റെ ചില ആധുനിക പരിഷ്കൃത ജനാധിപത്യ മുഖങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ. പക്ഷേ അത് അവസരം കിട്ടിയപ്പോൾ അത് പുറത്തു വന്നു. ഏതാണ് അവസരം? അതിലേക്ക് നമുക്ക് വരാം. എത്ര കാലങ്ങൾക്ക് മുമ്പാണ് അവിടെ അടിമത്തം ഉണ്ടായിരുന്ന? പ്രത്യക്ഷ തലത്തിൽ അടിമത്തം നിരോധിച്ചിട്ട് എത്രയോ വർഷങ്ങൾ, 1865 എബ്രഹാം ലിങ്കൻ അവിടെ അടിമത്തം പരിപൂർണമായിട്ട് അവസാനിപ്പിച്ച് നിയമം കൊണ്ടുവന്നത്. അതിനു മുമ്പ് അദ്ദേഹം നിരവധി തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അവസാനം അദ്ദേഹത്തിന് ഭരണം കിട്ടിയ വടക്കൻ സ്റ്റേറ്റുകളിലും തെക്കൻ സ്റ്റേറ്റുകളുമായിട്ട് യുദ്ധം നടത്തി
ആഭ്യന്തര യുദ്ധം നടത്തി. ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഉണ്ടായ പാർലമെന്റിലൂടെ പാസ്സാക്കിയിട്ടാണ് 1965 അദ്ദേഹം അടിമത്തം നിരോധിക്കുന്നത്. ആ അടിമത്തം നിരോധിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് 1965 തന്നെ അദ്ദേഹം ഒരു നാടകം കാണാനിരിക്കെ വെടിയേറ്റു മരിക്കുകയും ചെയ്തു. നമ്മുടെ മഹാത്മാഗാന്ധിക്ക് സംഭവിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ 1865 അവസാനിച്ച സംഗതി 2020 ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തിൽ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമാണ്. ഒന്ന്, അടിമത്തത്തിന്റെ ഒരു അന്തർധാര, അതായത് മനുഷ്യൻ എന്നുള്ള നിലയിൽ തന്നേക്കാൾ ആരോഗ്യം കുറഞ്ഞ, അല്ലെങ്കിൽ തന്നേക്കാളും അവശനായിട്ടുള്ളവനെ അടിച്ചമർത്തി ചൂഷണം ചെയ്ത് അവനെ ഞെരിച്ച് അവൻ്റെ അവസാനത്തെ ശ്വാസം പോലും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് തടിച്ചു കൊഴുക്കണമെന്നുള്ള ഒരു ആഗ്രഹം, ഒരു അപ്രമാദിത്വം, ഒരു അധികാരവാഞ്ച. മനുഷ്യന് മേൽ കുതിര കയറണം, അവൻ്റെ മേൽ അധികാരം സ്ഥാപിക്കണം. അതേതാണ് മാർഗം? ജാതിയുടെ മാർഗമാണോ, വർണ്ണത്തിൻ്റെ മാർഗമാണോ, പണത്തിൻ്റെ മാർഗമാണോ, അധികാരത്തിൻ്റെ മാർഗമാണോ? ഏതാണ് മാർഗമെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു സംസ്കാരമുണ്ടല്ലോ. സംസ്കാരം ഈ നിയമം പോലൊന്നും മാറില്ല. അത് 1865 നിയമം പാസ്സാക്കിയിട്ടും ആ സംസ്കാരം മാറിയില്ല. അടിമ കച്ചവടമൊക്കെ മാറിയിട്ടുണ്ടാവാം, അത് നിലനിന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു അന്തർധാരയായിട്ട് അത് അവസരം കിട്ടിയപ്പോൾ പൊന്തി വന്നു. എന്താണ് അവസരം? അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അവസരം? ആ അവസരത്തിന് സമാനമായ എന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഇന്ത്യയിലുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ? അതാണ് നമ്മളിവിടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരി വന്നു. അത് ഒരാൾ, പക്ഷേ അതൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ല. അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനല്ല, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹം കയറി വന്നു. ആ സമയത്ത് ഏതാണ്ട് അതിന് തൊട്ട് മുമ്പ് ആയിട്ടാണ് നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യയിൽ കയറി വന്നത്. ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്, ഇവരുടെയൊക്കെ അധികാരത്തിലേക്കുള്ള കടന്നുവരവ്, ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വളരെ വ്യക്തമാക്കുന്നു. അത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശകങ്ങൾ, 1901 മുതലുള്ള ആ കാലഘട്ടങ്ങൾ, 1, 2, 3, 4 ആ ദശാബ്ദങ്ങൾ ഒക്കെ തന്നെ ലോകത്തിലെമ്പാടും പുരോഗമന ചിന്തയുടെയും ജനാധിപത്യത്തിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യവാഞ്ചിയുടെയും അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ ഒരു കാലമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശകങ്ങൾ, ഇപ്പോൾ 2 ദശകം കഴിഞ്ഞിട്ടുള്ളൂ, 2000 പിറന്നതിന് ശേഷം 2 ദശകം കഴിയാൻ പോകുന്നു. അപ്പോൾ ഈ 2 ദശകങ്ങളുടെയും പ്രത്യേകത എന്താ? അതിന് ഏകദേശം വിപരീതമായിട്ടുള്ള പ്രവണതകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ കാരണങ്ങളുണ്ടാവും. ഞാൻ അതിൻ്റെ കാരണങ്ങളുടെ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഒരു കാരണം, പ്രധാന കാരണം ലോകത്തിൻ്റെ സമതുലിതാവസ്ഥയിൽ വന്ന മാറ്റം, സോവിയറ്റ് റഷ്യയുടെയും സോഷ്യലിസ്റ്റ് ലോകത്തിൻ്റെയും തകർച്ച, മുതലാളിത്തച്ചേരിക്കും അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾക്കും ഉണ്ടായ അപ്രമാദിത്വം, അവർ മുമ്പേ തുടർന്നു വന്നിരുന്ന ചൂഷണത്തെയും മറ്റുമൊക്കെ തന്നെ ഒരു നിയന്ത്രണവുമില്ലാതെ അഴിച്ചുവിടാനുള്ള അവരുടെ ഒരു സാധ്യതകൾ. കാരണം എതിർക്കാൻ ആരുമില്ല, ചോദ്യം ചെയ്യാൻ ആരുമില്ല. അങ്ങനെയൊരു വളരെ സ്വതന്ത്രമായി പ്രതിലോമ ശക്തികൾക്ക് ഉയർന്നു വരാനും മനുഷ്യനെ അടിച്ചമർത്താനുമുള്ള ഒരു അവസരമുണ്ടായപ്പോൾ എല്ലാ മേഖലയിലും പ്രതിലോമ ആശയങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ അടിച്ചമർത്തുന്ന മേധാവിത്വങ്ങൾ, അത് ഏതൊക്കെ രൂപത്തിലാണോ അതൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ കുഴിച്ചിട്ട, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നാട്ടിയോടിച്ചു എന്ന് പറഞ്ഞിരുന്ന ഈ ഭീകരഭൂതങ്ങൾ, മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തിരുന്ന ഈ ഭൂതങ്ങൾ ഒക്കെ തന്നെ ഓരോ രാജ്യങ്ങളിലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചുവരവിൻ്റെ ഭാഗമായിട്ട് ചില ഭരണാധികാരികളും ചില രാഷ്ട്രീയ പാർട്ടികളും ഉദയം ചെയ്യുന്നു. അതാണ് നമുക്ക് ട്രംപിൻ്റെ അധികാരലബ്ധിയിലൂടെ അമേരിക്കയിൽ കാണാൻ കഴിയുന്നത്. അതാണ് നമുക്ക് ഇവിടെ നരേന്ദ്രമോദിയുടെ അധികാരലബ്ധിയിലൂടെ ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. ഇസ്രായേലിലും അത് കാണാൻ കഴിയുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും അത് കാണാൻ കഴിയുന്നു. ലാറ്റിൻ അമേരിക്കൻ പോലുള്ള രാജ്യങ്ങളിലും അത് കാണാൻ കഴിയുന്നു. അമ്പരപ്പിക്കുന്ന ഒരു സംഗതിയാണിത്. അമേരിക്കയിൽ ഈ ഒരു അടിമത്തം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അവസാനിപ്പിച്ചു, അത് തിരിച്ചു വന്നു. നമ്മൾ ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ എന്താണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്? RSSൻ്റെ അധികാര പ്രവേശനത്തിലൂടെ അതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ ആരായിരുന്നു?
സാമ്രാജ്യത്വം അതിൽ വഹിച്ച പങ്ക്, അവരുടെ താല്പര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനമാണ്. പക്ഷേ അതിലൂടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അധികാര പ്രവണതകളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുമ്പ് അഭികരിച്ചിരുന്ന സാമ്രാജ്യത്വത്തിൻ്റെ അധികാര പ്രവണതകൾ, ജാതിയുടെ മേധാവിത്വത്തിൻ്റെ അധികാര പ്രവണതകൾ, ഭാഷാപരമായിട്ടുള്ള അധികാര പ്രവണതകൾ, ആരോഗ്യം കയ്യൂക്കിൻ്റെ അധികാര പ്രവണതകൾ ഒക്കെ തന്നെ ഇതിനൊപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നാം കാണുന്നത്. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകത്തിലൂടെ അമേരിക്കൻ ജനത ഉറക്ക വിളിച്ചു പറഞ്ഞൊരു സംഗതി, അവിടെ അടിമത്തം തിരിച്ചു വന്നിരിക്കുന്നു. ട്രംപിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്ന ആദർശങ്ങളുടെയും അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തിൻ്റെയും അതിൻ്റെ പിന്നിലെ സാമ്രാജ്യത്വത്തിൻ്റെയും തണലിലൂടെ അവിടുത്തെ അടിമത്തം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് അവർ പറയുമ്പോൾ, ഇന്ത്യയിൽ മോഡിയുടെ പിന്നാലെ വരുന്ന ഒരു അടിമത്തം ഉണ്ടല്ലോ, ആ അടിമത്തത്തെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ പല രീതിയിൽ കാണാൻ കഴിയുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5-6 വർഷങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായ സംഭവങ്ങളെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടിമത്തം തിരിച്ചു വരുന്നതിൻ്റെ ബഹുവിധ ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്കയിൽ തിരിച്ചു വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അമേരിക്കക്കാർക്കാണ്, ഇന്ത്യയിൽ തിരിച്ചു വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ത്യക്കാർക്ക്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, അമേരിക്കയിൽ തിരിച്ചു വരുന്ന അടിമത്തത്തെക്കാൾ 100 ഇരട്ടി ഭീകരമായിരിക്കും ഇന്ത്യയിൽ തിരിച്ചു വരുന്ന ഇന്ത്യൻ അടിമത്തം. ഇന്ത്യൻ അടിമത്തത്തിൻ്റെ പേര് ജാതി വ്യവസ്ഥ എന്നുള്ളതാണ്. അമേരിക്കൻ അടിമത്തത്തിൻ്റെ പേര് വർണ്ണ മേധാവിത്വം എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? അക്ഷരാർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പണ്ട് സഹോദരൻ അയ്യപ്പൻ മനുവിനെയും ഹിറ്റ്ലറെയും താരതമ്യം ചെയ്ത് പറഞ്ഞു. മനുവാദം, നമ്മുടെ RSSകാരുടെ ഗുരു, അവരുടെ ആചാര്യൻ, മനുസ്മൃതിയുടെ ഒരു മഹർഷിയാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, ഈ നമ്മുടെ മനുവിനെ കുറിച്ച് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഹിറ്റ്ലറൊക്കെ എത്ര പാവാന്ന് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞു. ആ രൂപത്തിലാണ് ഇതിൻ്റെ ഘടന. അപ്പം അമേരിക്കയിലെ അടിമത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ അടിമത്തായിട്ട് ചർച്ച ചെയ്യുന്നത്. അടിമക്കച്ചവടം, ആഫ്രിക്കയിൽ നിന്ന് അടിമകൾ കൊണ്ടുവന്ന് തോട്ടങ്ങളിൽ തൊലി ചെയ്യിക്കുന്നു, അവരെന്നിട്ട് വേറെ മുതലാളിക്ക് വിൽക്കുന്നു, കൈമാറുന്നു. അതിൻ്റെയൊക്കെ കഥകളാണ്. നമ്മളൊക്കെ അത് പലരും വായിച്ചിട്ടുള്ളത്. ഞാനൊക്കെ വായിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നോവലുകളിലാണ്, അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള നോവലുകളാണ്. നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവും. അത് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലുണ്ട്. ആ നോവലിനൊരു പ്രത്യേകത കേട്ടോ, ഹാരിയറ്റ് ബിച്ചർ സ്റ്റോ എന്ന് പറയുന്ന ഒരു മഹതി എഴുതിയിട്ടുള്ളതാണ്. അവിടുത്തെ അടിമ വ്യാപാരത്തെക്കുറിച്ചൊക്കെയുള്ള, അടിമക്കച്ചവടത്തെക്കുറിച്ചൊക്കെയുള്ള കരളലിയിക്കുന്ന കഥകളുള്ള സംഗതിയാണ്. ഇന്ത്യക്കാരൻ അന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് കരളലിയിക്കുന്നൊന്നായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ആ നോവലാണ് എബ്രഹാം ലിങ്കനെ അടിമ വ്യാപാരത്തിനെതിരായിട്ട്, അടിമ വ്യവസ്ഥയ്ക്കെതിരായിട്ട് പോരാടാനായിട്ടുള്ള ഒരു പോരാളിയാക്കി മാറ്റിയതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ നോവലാണ്. പിന്നീട് ഒരിക്കൽ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് ഈ ഹാരിയറ്റ് ബിച്ചറെ പ്രസിഡന്റ് കണ്ടപ്പോൾ, എബ്രഹാം ലിങ്കൻ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളാണ് എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും കോളിളക്കം സൃഷ്ടിച്ച ഒരു നോവലാണ്. അതിലെ കഥാപാത്രം അങ്കിൾ ടോമിൻ്റെ ജീവിതമാണ്. അപ്പോൾ അതിലൂടെ വായിച്ച ആ അടിമത്തത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, ഇന്ത്യയിലെ അടിമത്തം നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചതും അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ കഥകളിലൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള കേരളത്തിലെ ജാതി വ്യവസ്ഥയായിട്ട് പരിശോധിക്കുമ്പോൾ അവിടുത്തെ അടിമത്തം അത്ര വലിയൊരു പ്രശ്നമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഒരു കാര്യം ഞാൻ പറയട്ടെ, വേദം കേട്ടതിന് ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന ഒരു സമ്പ്രദായം എന്തായാലും അവിടെ ഉണ്ടായിരുന്നില്ല. അക്ഷരം പഠിച്ചവൻ്റെ ചെവി മുറിച്ച് കളയാൻ, വേദം ഉച്ചരിച്ചവൻ്റെ നാവ് പിഴുത് കളയാൻ, അവനെ തല്ലിക്കൊല്ലുക, അക്ഷരം പഠിക്കാൻ അനുവാദമില്ല. എന്തായിരുന്നു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകത? അതുപോലൊരു ജാതി വ്യവസ്ഥയും ഭീകരതയും വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ കുട്ടംകുളത്തേക്ക് വരുമ്പോഴും വൈക്കത്തേക്ക് വരുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഏതാണ്ട് അന്തികെട്ടാണ്. ഭീകരമായിരുന്നു അവസ്ഥ. നമ്മളെന്താ അതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ തിരിച്ചു വരാൻ പോവുകയാണ്. പല 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 രൂപങ്ങളിൽ രൂപം മാറിയിട്ട് അത് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അത് തിരിച്ചു വരാൻ വേണ്ടി അതിൻ്റെ അംശങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഇവിടെ പ്രിസർവേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ തൊട്ടുകൂടായ്മ എന്നാണ് പറയുക.
അൺടച്ചബിലിറ്റി ഇവിടുത്തെ ജാതി വ്യവസ്ഥയെ. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? കണ്ടുകൂടായ്മ എന്നുള്ളതാണ്. തൊട്ടാൽ മാത്രമല്ല പ്രശ്നം. ഇവിടുത്തെ സ്റ്റാറ്റസ്, ഇവിടുത്തെ ആ ഒരു നില എന്താ? ഓരോ ജാതിക്കാരനുമായിട്ടുള്ള അകലം കൃത്യമായിട്ടുള്ള ഒരു ഗ്രാഫാണ്. ബ്രാഹ്മണനിൽ നിന്ന് ഇത്ര അകലെ ക്ഷത്രിയൻ അല്ലെങ്കിൽ അമ്പലവാസി, അതിൻ്റെ അത്ര അകലെ ശൂദ്രൻ, അതിൻ്റെ അത്ര അകലെ പിന്നാക്ക ജാതിക്കാരൻ, അതിൻ്റെ അപ്പുറത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരു കൃത്യമായ അകലം. അങ്ങനെ അകലം വരുമ്പോൾ കാണാൻ പാടില്ല, ഒരാളുടെ കാണാൻ മറയത്ത് വരാൻ പാടില്ല. നമ്മളൊന്ന് സൂക്ഷിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അന്ന് പൊതു വെളിച്ചത്തിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു സംഗതിയാണല്ലോ വെളിച്ചം. ആരും കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ല. ആ ഒരു വെളിച്ചത്തിൽ, പ്രപഞ്ചത്തിൻ്റെ കാരുണ്യം, ആ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെടാൻ അവകാശമില്ലാത്ത ആയിരങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. പ്രത്യക്ഷത്തിൽ വെളിച്ചം എന്നൊരു ഭാഗത്തേക്ക് അവർ വരാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥ അമേരിക്കയിലുണ്ടായിട്ടുണ്ടോ? അമേരിക്കയിലെ അടിമയ്ക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. തോട്ടങ്ങളിൽ പോയി കർശനമായി ജോലി ചെയ്യണം. പക്ഷെ ഒരു കാര്യം അവിടെ വെച്ചാൽ അവർക്ക് സ്കൂളിൽ പോകുന്നതിന് ഒരു തടസ്സം അവിടെ ഉണ്ടായിരുന്നില്ല, അക്ഷരം പഠിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല, പള്ളിയിൽ പോകുന്നതിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. നമ്മുടെ അങ്കിൾ ടോം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ അങ്കിൾ ടോം ഒരു ഉപദേശിയായിരുന്നു, ഏതാണ്ടൊരു ഉപദേശി. അവിടെ അടിമയാണ്. അവൻ്റെ ദുരിത കഥയാണ് പറയുന്നത്. അവൻ സ്ഥിരം പള്ളിയിലാണ്. അവൻ ബൈബിൾ വായിക്കുന്നു. ബൈബിൾ വായിച്ചിട്ട് മറ്റ് സുഹൃത്തുക്കളെയൊക്കെ തന്നെ ബൈബിൾ വായിച്ച് പഠിപ്പിക്കുന്നു. ഈ ബൈബിൾ പഠനത്തിലൂടെയാണ് അവൻ്റെ അനുയായികളെയൊക്കെ കൊണ്ട് സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ അടിമയ്ക്ക് അവിടുത്തെ യജമാനൻ്റെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശനമുണ്ട്. കിടക്ക വിരിക്കാനും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാനും അവകാശമുണ്ട്. എന്നാൽ ഇന്ത്യയിലെ അടിമയ്ക്ക്, കേരളത്തിലെ അടിമയ്ക്ക് എന്താ സ്ഥിതി? ഇവിടെ ക്ഷേത്രത്തിൽ പോകാൻ അവകാശമില്ല, ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ അവകാശമില്ല, കുഞ്ഞിന് സ്വന്തം ഇഷ്ടപ്പെട്ട പേര് വിളിക്കാൻ അവകാശമില്ല, നാണം മറയ്ക്കുന്ന വിധം വസ്ത്രം ധരിക്കാൻ അവകാശമില്ല, ആഘോഷങ്ങൾ നടത്താൻ അവകാശമില്ല, ഭക്ഷണം കഴിക്കാൻ, സദ്യ നടത്താൻ അവകാശമില്ല. നമ്മുടെ കുട്ടംകുളം സമരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒന്നാണ് താണിശ്ശേരിയിലുണ്ടായിരുന്ന ഒരു സദ്യ നടത്താൻ വേണ്ടി നടത്തിയ താണിശ്ശേരി ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരം. അത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നടന്നതാണ്. അപ്പം അത്രയും ഭീകരമായ, അമേരിക്കയും മറ്റേത് രാജ്യത്തെയും താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്കും ഭീകരമായ, വർണ്ണപറിയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഭീകരമായ ഒരു വ്യവസ്ഥയാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്, വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളത്. അതാണ് വളരെ ശരിയായ സംഗതി എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കാനും അതിനെ പുനഃസ്ഥാപിക്കാനും നിലവിലുള്ള ജനാധിപത്യ ഭരണഘടന മാറ്റി പകരം ഈ വർണ്ണവ്യവസ്ഥയുടെ ആധാരമായ അതിൻ്റെ മൂലകൃതിയായിട്ടുള്ള മനുസ്മൃതിയെ ഭരണഘടനയാക്കി വ്യവസ്ഥപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് RSS അധികാരലബ്ധിയിലൂടെ നടത്തിക്കൊണ്ട്. ഈ ഒരു കരാറാണ് അവരെ കൊണ്ടുവന്ന സാമ്രാജ്യത്വവും തമ്മിലുള്ളത്. നിങ്ങളുടെ സാമ്രാജ്യത്വ നയങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങൾ, ചൂഷണം, രാജ്യത്തെ വിൽക്കൽ, ജനങ്ങളെ തകർക്കൽ, നിങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി എല്ലാ വാതിലും തുറന്നിട്ട് തരാം, അതൊക്കെ ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരണം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ഞങ്ങൾ വളരെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഉന്നയിച്ച് പരാജയപ്പെട്ട് പിൻവാങ്ങി നിൽക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് വർണ്ണവ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഹിന്ദു രാഷ്ട്രം ഇവിടെ ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരണം. അത് സ്ഥാപിക്കാൻ നിങ്ങൾ കൂടി അനുവദിക്കണം. ഈ ഒരു കരാറാണ് നരേന്ദ്രമോദിയും അല്ലെങ്കിൽ BJPയും അല്ലെങ്കിൽ RSSും സംഘപരിവാറും ലോകത്തിലെ കോർപ്പറേറ്റ് മൂലധന ശക്തികളും സാമ്രാജ്യത്വവുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദ്വിമുഖമായിട്ടുള്ള ഒരു ആക്രമണത്തെയാണ് ഇന്ത്യൻ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്തുനിന്ന് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്രൂരമായ കടന്നാക്രമണങ്ങൾ നമ്മുടെ വീടുകളെയും നമ്മുടെ ജോലിയെയും നമ്മുടെ ഭക്ഷണത്തെയും നമ്മുടെ ജീവിതത്തെ ആകമാനം തകർത്തുകൊണ്ടിരിക്കുന്നു. ഒരു മടിയുമില്ല ആ കാര്യത്തിൽ ചെയ്യാനായിട്ട്. ആ മടിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ മാറ്റിയിട്ട് നരേന്ദ്രമോദിനെ കൊണ്ടുവരാനുള്ള കാരണം. കോൺഗ്രസിന് വലിയ മടിയുണ്ടായിട്ടൊന്നുമല്ല, എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ പ്രാപ്തനാണ് ഇത് ക്രൂരമായി നടപ്പാക്കാൻ. കാരണം കണ്ണിൽ ചോരയില്ലാത്തവനാണ്. എന്താ കാര്യം? ഗുജറാത്തിൽ അവർക്ക് മനസ്സിലായി. ഗുജറാത്തിൽ മുസ്ലിം ജനതയെ
മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വേട്ടയാടാനായിട്ട് എല്ലാ അവസരങ്ങളും തുറന്നു കൊടുക്കുകയും പോലീസിന് വിട്ടുകൊടുക്കുകയും ചെയ്ത ആളാണ് മോദി. എന്ത് ക്രൂരതയാണ് അവിടെ ചെയ്തത്! ഒരു ലജ്ജയുമില്ലാതെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അവരൊരു മതത്തിൽ, പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവരെ അടിച്ചമർത്താനായിട്ട് അവരെ വിട്ടുകൊടുത്ത ഒരു ഭരണാധികാരിയൊക്കെ ക്രൂരനായിട്ടുള്ള ഒരാളെ ഇന്ത്യയിൽ തിരഞ്ഞിട്ട് അവർക്ക് കിട്ടാഞ്ഞിട്ട് അവർ ഇദ്ദേഹത്തെ ആക്കിയതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ആക്രമണം അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക വ്യവസ്ഥ ആകമാനം തകർന്നുകൊണ്ട്. ഇപ്പോൾ കോവിഡ് പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ എന്താ ചെയ്യുന്നത്? കോവിഡ് പ്രതിസന്ധി ഉണ്ടായപ്പോൾ സാമാന്യ നിലയ്ക്ക് കേരള സർക്കാർ, ലോകത്തിലെ പല സർക്കാരുകളും ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ കേരള സർക്കാർ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയെ നേരിടുന്നതിൽ കാണിച്ച അസാമാന്യമായ ജനങ്ങളോടുള്ള സ്നേഹം, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള നീക്കങ്ങൾ. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും ഒക്കെ ലോകത്തിന് മുമ്പാകെ ഇന്ന് തിളങ്ങുന്നത്. ഐക്യരാഷ്ട്രസഭയിലായാലും മറ്റെവിടെയായാലും ഇന്ന് അവർ ലോകത്തിൻ്റെ മുമ്പാകെ ശ്ലാഘിക്കപ്പെടുന്നത്. അത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഭരണാധികാരികളാണ്. ഇപ്പോൾ ജർമ്മനിയിലെ അവിടുത്തെ ചാൻസലർ മെർക്കലിൻ, ശൈലജ എൻ മെർക്കലിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഒരു സംസ്ഥാനത്തെ, മറ്റതൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. അതൊക്കെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പഠനങ്ങളും മറ്റൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്രങ്ങളിലൊക്കെ. അങ്ങനെ ഒരു പ്രത്യേകത കേരളത്തിനുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡി? ജനങ്ങളെ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട്, തൊഴിലുമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാതെ അവരുടെ നാട്ടിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇന്ത്യയുടെ ഒരവസ്ഥ എന്താണ്? തെരുവുകളിലൂടെയൊക്കെ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ജനങ്ങളിങ്ങനെ ഒഴുകി പോവുകയാണ്. പലരും വഴിയിൽ മരിച്ചു വീഴുന്നു. കുഞ്ഞുങ്ങളൊക്കെ പോകുന്ന കാഴ്ച കാണണം. അമ്മമാർക്ക് എത്ര സമയം അവരെയൊക്കെ ചൂന്ന് നടക്കാൻ പറ്റും? എത്രയോ വീട്ടുപകരണങ്ങൾ, എന്തെങ്കിലും ഒരു അവലംബം വേണ്ടേ? അതൊക്കെ എടുത്തു കൊണ്ടുപോവുകയാണ്. എത്ര കിലോമീറ്ററാണ് അവിടെ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അവിടെ എത്തുമെന്ന് ഒരു പ്രതീക്ഷയില്ല. 15,000 കിലോമീറ്റർ ഇളകി കിടന്ന് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവിടെ എന്താണുണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അവർ വിട്ടുപോന്നതാണ്, ഗതിയില്ലാതെ വിട്ടുപോന്നതാണ് നഗരത്തിലേക്ക്. ഒരു പണിയുമില്ലാതെ ഈ തൊഴിലില്ലാതെ ആവുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒക്കെ ആളുകൾ ഈ തൊഴിലാളി കേന്ദ്രങ്ങളിലാണ്. അപ്പോൾ അവിടെ തൊഴിലാളി കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ താമസ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പണിയില്ലാതായി വരുമ്പോൾ അവർക്ക് അവിടെ പാർപ്പിടമില്ല. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു വ്യവസ്ഥ വേണ്ടേ? കേരളത്തിൽ ഓരോ സന്ദർഭത്തിലും ഇവിടെ കൊണ്ടുവരുന്ന വ്യവസ്ഥകളും അതൊക്കെ ജനങ്ങളോട് താല്പര്യമുള്ള, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു മാതൃകയാണ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത് മറിച്ചാണ്. കാരണം ഇത് ജനങ്ങളോടൊരു ബന്ധമില്ല, ജനങ്ങളെ ഇറക്കി വിടുകയാണ്. എത്രയോ ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇതിനിടയ്ക്ക്. അതുമാത്രമല്ല, ഈ ഒരു അവസരം ഉപയോഗിച്ച് സർക്കാർ എന്താണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണാധികാരി, ഇനിയിപ്പോൾ ഏത് ക്രൂരനായ ഭരണാധികാരിയും ജനങ്ങളാകമാനം അങ്കലാപ്പിലായിരിക്കുമ്പോൾ, തൊഴിലില്ലാതായിരിക്കുമ്പോൾ, ജീവിക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുമ്പോൾ, അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോൾ പെട്രോൾ വിലയും ഡീസൽ വിലയും ദിവസം കൂട്ടുകയാണ്. യഥാർത്ഥ പോക്കറ്റടി. അവസാനിച്ചിട്ടില്ല, ഇനിയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മലവെള്ളം കയറുന്ന പോലെ. എനിക്ക് മലവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, പണ്ട് മലവെള്ളക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ വീട് ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരി തൂറുപറമ്പിൽ, അവിടെ വെള്ളം കയറാറുണ്ട്. ഞാൻ കുട്ടിക്കാലത്തൊക്കെ അവിടെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ വെള്ളം കയറുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കയറി വീട്ടിൽ നമ്മളിരിക്കുകയാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ നിവൃത്തിയില്ല. പക്ഷേ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ രാത്രിയിൽ കള്ളന്മാർ വരും വഞ്ചിയിൽ. എന്നിട്ട് തെങ്ങ് കയറി നാളികേരൊക്കെ ഇട്ടുകൊണ്ട് പോകും, വാഴക്കൊലയൊക്കെ കൊണ്ടുപോകും, വീട്ടിൽ എന്താ ഉള്ളതെന്ന് ചൊക്കെ കൊണ്ടുപോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു നമ്മുടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന തകഴിയുടെ കഥയിലുമുണ്ട്. അത് അവിടെ കള്ളന്മാർ വരുന്നുണ്ട് ആ സമയത്ത്, വെള്ളപ്പൊക്കം കയറി കിടക്കുമ്പോൾ. അങ്ങനെ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം പോലും പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാരുടെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും കയറി വരുന്ന കള്ളന്മാരെ പോലും കൊള്ള ചെയ്യുകയാണ് സർക്കാർ. ഈ അവസരം ഉപയോഗിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുമ്പ് ചെയ്തിരുന്നതിന് തുടർച്ചയായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധമില്ലല്ലോ, രാജ്യത്ത് പ്രതിഷേധിക്കാൻ അവസരമില്ല, ജനങ്ങൾക്ക് കൂടിച്ചേരാൻ അവകാശമില്ല. അപ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കില്ല. ഇതൊരു അവസരമാക്കിയിട്ടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് വാസ്തവത്തിലുള്ള. അപ്പോൾ രണ്ട് തരത്തിലുള്ള, ഞാൻ മറ്റൊരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ രാജ്യത്തുള്ള ജാതീയമായ ആക്രമണങ്ങൾ, അത് മതപരമായ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം മതത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ മതങ്ങൾക്കെതിരായിട്ട് ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു മതത്തോടുള്ള വിരോധമോ വിദ്വേഷമോ ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടതല്ല.
അവിടെയും ജാതി തന്നെയാണ് അതിൻ്റെ ഘടനാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പണ്ട് കാലം മുതലേ തന്നെ RSSകാർ തുടങ്ങി വെച്ച സംഗതിയാണ്. കാരണം ഇതിലൊരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ മലബാറിൽ പലവട്ടം ലഹളകളുണ്ടായിട്ടുണ്ട്. അവിടുത്തെ ജന്മിത്തത്തിനെതിരായിട്ട് അവിടുത്തെ കുടിയാൻ കർഷകർ അത്രമാത്രം ദുരിതമാണ് അവർ അനുഭവിക്കുന്നത്. അവിടെ ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങിയതിന് ശേഷമാണ്. അവിടുത്തെ ജന്മിത്തം പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ കുടിയാന്മാർ കൂടി അതിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ, ബ്രിട്ടീഷുകാർ കൂടി അതിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ വ്യവസ്ഥകൾക്ക് മാറ്റം വരികയും അതിഭയങ്കരമായ ചൂഷണം ഉണ്ടാവുകയും ചെയ്തപ്പോൾ സൈ കെട്ടിട്ടാണ് അവിടുത്തെ കർഷകർ കലാപം ഉണ്ടാക്കിയത്. അപ്പോൾ ആ കലാപങ്ങളെ പരിശോധിക്കുന്ന ആൾക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കലാപങ്ങളൊക്കെ നടത്തിയിട്ടുള്ള മുസ്ലിമുകളാണ്. എന്നാൽ മുസ്ലിമുകൾ മാത്രമല്ല അവിടുത്തെ കൃഷിക്കാരിൽ ഹിന്ദുക്കളുണ്ട്, പിന്നോക്ക വിഭാഗങ്ങൾ ഹിന്ദുക്കളുണ്ട്, നായർ വിഭാഗങ്ങളുണ്ട്. അവരൊന്നും ഒരു കലാപത്തിന് പോകണില്ലല്ലോ. അവിടെയാണ് ഒരു പരിശോധന നടത്തി നോക്കിയപ്പോൾ മനസ്സിലാവുന്നത്, ഈ ജന്മിത്വം എന്ന് പറയുന്നതൊക്കെ തന്നെ മതപരമായ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ജന്മിമാർ എന്ന് പറയുന്നതൊക്കെ തന്നെ ഉയർന്ന ജാതിക്കാരാണ്, സവർണ ഭൂപ്രഭുക്കൾ എന്ന് പറയുന്നത്. നമ്പൂതിരിമാരും അതുപോലെ തന്നെ നാടുവാഴി നായന്മാരും, ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. സാധാരണ നായന്മാരും നാടുവാഴി നായന്മാരും തമ്മിലൊരു ബന്ധമില്ല. നാടുവാഴി നായന്മാരും സവർണ ബ്രാഹ്മണരുമാണ് അവിടുത്തെ ജന്മിമാരും. കുടിയാന്മാർ, കൃഷിക്കാർ, ഔഷധം അനുഭവിക്കുന്നവരാകട്ടെ പിന്നാക്ക ജാതിക്കാരും ന്യൂനപക്ഷ വിഭാഗങ്ങളും അവിടെ സംബന്ധിച്ചിടത്തോളം, മലബാറിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമുകളാണ്. അപ്പോൾ ഈ ഹിന്ദു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയുണ്ട്. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ജാതി വ്യവസ്ഥ അംഗീകരിക്കുന്നവരാണ്. അവരുടെ ജന്മിയെ തമ്പുരാനായിട്ടാണ് കാണുന്നത്. അത് ദൈവസൃഷ്ടമായിട്ടുള്ള ഒരു അധികാരമായിട്ടാണ് അവർ കാണുന്നത്. തങ്ങളുടെ അടിമത്തമാണെങ്കിൽ ദൈവസൃഷ്ടമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് സവർണ ജന്മിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന അക്രമങ്ങളെയും അനീതിയെയും അടിച്ചമർത്തലിനെയും ഞെരിക്കലിനെയും ഒക്കെ തന്നെ സഹിക്കാൻ ബാധ്യസ്ഥരാണ് തങ്ങൾ ഒരു മനോഭാവമാണ് ഹിന്ദു പിന്നോക്കക്കാരായിട്ടുള്ള മലബാറിലെ കുടിയാന്മാർക്കും സാധാരണ കൃഷിക്കാർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ അടങ്ങിക്കിടക്കുകയാണ്. അവർക്ക് എതിർക്കാൻ വയ്യ. എതിർത്ത് കഴിഞ്ഞാൽ അത് ദൈവദ്രോഹമാവും. അത് വരാൻ പോകുന്ന ജന്മത്തിൽ അവർക്കതിൻ്റെ കണക്ക് പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവർ പിന്മാറി നിൽക്കുക. പക്ഷേ നമ്മുടെ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള മാപ്പിള കൃഷിക്കാർക്ക് ആ പ്രശ്നമില്ലല്ലോ. അവർ സ്വതന്ത്രരാണ്. അവർക്കിങ്ങനെ ഒരു ബാധ്യത ജന്മിയായിട്ടില്ല. അപ്പോൾ അവർ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങി. കാരണം ജീവിത പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ ഓരോ ഘട്ടത്തിലും, അത് 1821 മാത്രമല്ല 1880-കളുടെ പല ഘട്ടങ്ങളിലും അവർ ആക്രമിച്ച് തിരിച്ചടിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അന്നത്തെ ജന്മിത്വവും അന്നത്തെ സവർണ മേധാവിത്വവും ജാതി വ്യവസ്ഥയെ ചൂഷണത്തിൻ്റെ ഉപാധിയാക്കി ഉപയോഗിക്കുമ്പോൾ അതിനൊരു തടസ്സമാണ് അന്യമതസ്ഥനായിട്ടുള്ള അടിമ, അന്യമതസ്ഥനായിട്ടുള്ള കൃഷിക്കാരൻ, കർഷക തൊഴിലാളി, സാധാരണ മനുഷ്യൻ. കാരണം ഇവിടുത്തെ ജാതി വ്യവസ്ഥയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇവിടുത്തെ ചൂഷണത്തെ നിലനിർത്തുക എന്നുള്ളത് കൂടിയുണ്ട്. ഇവിടുത്തെ വർഗഘടനയെ നിലനിർത്തി ജന്മി ഭൂപ്രഭു വർഗത്തെ സംരക്ഷിക്കുക, മറ്റേ അടിമ വർഗത്തെ, തൊഴിലാളി വർഗത്തെ നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളൊരു ദൗത്യം കൂടി ഇവിടുത്തെ ജാതി വ്യവസ്ഥയ്ക്കുണ്ട്. പക്ഷേ ജാതി വ്യവസ്ഥയ്ക്ക് ഈ പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗത്തെ അടിച്ചമർത്തി നിർത്താൻ പറ്റില്ല. അപ്പോഴാണ് ഈ ന്യൂനപക്ഷ വിഭാഗം ഒരു അപകടകാരിയാണ്, ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്, ജാതി വ്യവസ്ഥയുടെ ഭാഗമായി ചൂഷണത്തെ തകിടം മറിക്കുന്ന ഒരു ഉപാധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം ഇന്ത്യൻ ഭൂപ്രഭുത്വത്തിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ സവർണത്തിൻ്റെ ഭാഗത്തുനിന്നും ഇന്ത്യൻ ഹിന്ദു രാഷ്ട്രവാദികളുടെ ഭാഗത്തുനിന്നും RSSൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് മുസ്ലിം ഒരു വ്യക്തിമാവുന്നത്. അല്ലാണ്ട് അവൻ്റെ മതത്തോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മതവിരോധമുള്ള രാജ്യമല്ല. എത്രയോ മതങ്ങൾ എവിടേക്ക് വന്നിട്ടുണ്ട്, അതിനെയൊക്കെ സ്വീകരിച്ച പാരമ്പര്യമാണ്. ഇതാണ് അവിടെ പ്രശ്നമായത്. അതുകൊണ്ടാണ് ശക്തമായ മുസ്ലിം വിരോധം. അപ്പോൾ ഈ മുസ്ലിമിനെ വരുതിയിലാക്കണം, അടിമ വ്യവസ്ഥയുടെ ഭാഗമാക്കണം. അതാണ് RSSകാരെ പറയുന്നത്. അവരിവിടെ ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ അവർ ഇവിടുത്തെ വ്യവസ്ഥ അനുസരിച്ച് കീഴടങ്ങി നിന്നോളണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കീഴ്ജാതിയാക്കിയിട്ട് മുസ്ലിം വിഭാഗത്തെ മാറ്റി തീർക്കാനുള്ള പ്രവർത്തനമാണ് RSS തുടക്കം മുതലേ ചെയ്തിരുന്നത്. ആ പ്രവർത്തനം അവർ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ
ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ നടപ്പാക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അന്നത്തെ ദേശീയ പ്രസ്ഥാനം അതിനെ അനുവദിച്ചില്ല. ഗാന്ധിയും നെഹ്റുവും രാജ്യത്തെ ജനാധിപത്യ ശക്തികളും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ജനാധിപത്യവാദികളും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും ഒക്കെ തന്നെ ശക്തമായി ജനങ്ങളും ഒക്കെ തന്നെ അണിനിരുന്ന ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ഒരു കാരണവശാലും ഇവിടെ ബ്രിട്ടീഷുകാർ പോയാലും വന്നാലും പക്ഷേ ജാതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അതിന് പ്രമേയവും പാസാക്കി. അതിനുവേണ്ടിയുള്ള സമരങ്ങളും ആരംഭിച്ചു. ആ സമരമാണല്ലോ വൈക്കത്ത് കണ്ടത്. ആ സമരമാണല്ലോ നമ്മൾ ഗുരുവായൂരിൽ കണ്ടത്. ഇതൊക്കെ വളരെ ഭീകരമായ രീതിയിൽ വരളി പിടിപ്പിച്ചു അന്നത്തെ ഹിന്ദു രാഷ്ട്ര മേധാവിത്വത്തെ, ഹിന്ദു തീവ്ര വിഭാഗത്തെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള അവരുടെ ആ വൈരാഗ്യം, അതാണ് പിന്നീട് ദേശീയ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള നീക്കങ്ങളൊക്കെ ആയിട്ട് പിന്നീട് പരിണമിച്ചത്. പക്ഷേ അവർക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യയുടെ പ്രത്യേക സ്ഥിതികൾ വെച്ച് അവർക്ക് വേണ്ടത്ര സജീവമാകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ലോകത്തെങ്ങും ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യം, വലതുപക്ഷവൽക്കരണത്തിൻ്റെ മുന്നേറ്റം, മുതലാളിത്തത്തിനും സാമ്രാജ്യത്വത്തിനും അതീശ ശക്തികൾക്കുമൊക്കെ തന്നെ എതിരാളികളില്ല, അതിനെ തടയാൻ ആരുമില്ല. ഉണ്ടായിരുന്ന വിഭാഗം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ലോകമാണ്, അധിപതികളുടെ ലോകമാണ്. എല്ലാ തരത്തിലുള്ള അധികാര പ്രവണതകളും ഉയർന്നു വരുന്ന ഒരു കാലമാണ് എന്നുള്ളതിൻ്റെ അഹന്തയിലാണ് സാമ്രാജ്യത്വത്തിൻ്റെ കൃത്യമായ സഹായത്തോടുകൂടി ഇവിടെയും ഈ ജാതി വ്യവസ്ഥ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്യൂഡൽ ആക്രമണങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചൂഷണം ഒക്കെ തന്നെ നടപ്പാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടംകുളം സമരം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കുമ്പോൾ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഓർമ്മിച്ചതുപോലെയല്ല ഓർമ്മിക്കേണ്ടത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇരിഞ്ഞാലക്കുട പാർട്ടി ഏരിയ കമ്മിറ്റി കുറേ വർഷങ്ങളായിട്ട് കുട്ടംകുളം സമരത്തിൻ്റെ വാർഷികം ആചരിക്കുന്നു. വളരെ അഭിമാനകരമായ സംഗതിയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങളുടെ പ്രദേശത്തെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി ഈ സമരത്തെ ആ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന പരിപാടികൾ നടത്തും. ഇപ്പോൾ നമുക്ക് പൊതുരംഗത്ത് ഇറങ്ങി വന്നിട്ടും അതിൻ്റെ പരിപാടി നടത്താൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം സുനിൽ പിള്ളയുടെ വന്നുള്ള വലിയ പരിപാടിയാണ് നടന്നത്. അപ്പോൾ എന്താണത് കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ നടത്തി വരാൻ കാരണം? എനിക്ക് തോന്നുന്നത് കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം, സൂക്ഷ്മ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. എന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മുമ്പ് കാലഘട്ടങ്ങളിൽ ഇതുപോലെ കുട്ടംകുളം സമരത്തിൻ്റെ വാർഷികം അങ്ങനെ പ്രത്യക്ഷമായിട്ട് ആ ദിവസം ആചരിച്ച ഒരു സംഗതി എനിക്ക് ഓർക്കുന്നില്ല. കുറേ വർഷങ്ങളായിട്ടാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നീക്കം മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരം, അതിനെക്കുറിച്ചുള്ള സ്മരണകൾ വഴി നടക്കാൻ വേണ്ടി എവിടെയൊക്കെ സമരം നടന്നിട്ടുണ്ടോ, ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട്, ജന്മിത്വത്തിനെതിരായിട്ട്, സവർണ ഭൂപ്രഭുത്വത്തിനെതിരായിട്ട്, ഐക്യത്തിനെതിരായിട്ട്, അനാചാരങ്ങൾക്കെതിരായിട്ട്, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി, വിദ്യാലയ പ്രവേശനത്തിന് വേണ്ടി എവിടെയൊക്കെ മനുഷ്യൻ സമരം നടത്തിയിട്ടുണ്ടോ ആ സമരങ്ങളൊക്കെ പഠിക്കേണ്ടതും ആ സമരങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതും ആ സമരങ്ങളെക്കുറിച്ചൊക്കെ സ്മരിക്കപ്പെടേണ്ടതും ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും രാഷ്ട്രീയം. ആ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. കുറേ വർഷങ്ങളായിട്ടായിരുന്നു നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ സഹാക്കൾ ഈ ഒരു സമരത്തിൻ്റെ സ്മരണയുമായി മുന്നോട്ട് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇതിപ്പോൾ കുട്ടംകുളം സമരത്തെക്കുറിച്ച് പഠിക്കാൻ മാത്രമല്ല, ഇതുപോലെയുള്ള മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടി നടന്ന എല്ലാ സമരങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളെക്കുറിച്ചുമുള്ള അതിനെ അഭിമാനം കൊള്ളുന്ന ഒരു പരിശോധന നടത്താനുള്ള ഒരു വേദിയായിട്ട് നമ്മുടെ ഈ സ്മരണ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ സമരത്ത് പറയാനുള്ളൂ. എന്തായാലും ഇങ്ങനെ ഇരിഞ്ഞാലക്കുട CPIM കമ്മിറ്റിയുടെ ഏരിയ കമ്മിറ്റിയുടെ പേജിൽ വരാനും എൻ്റെ സഹാക്കൾ അവരുമായി കുറച്ച് സമയം സംസാരിക്കാനും കഴിഞ്ഞതിലുള്ള സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.